for watching. Thank you so much for coming, guys. എല്ലാവർക്കും thank you so much for coming. And guys, ഇത് ഒരു 1-2 days കൂടി ഉണ്ടാവും. നമ്മള് അപ്പോൾ വരണം എല്ലാരും. ഇന്നൊന്ന് എല്ലാരും വരണേ. നമുക്ക് എന്തായാലും അളിയ ചന്ദ്ര ആളിയ അളിയങ്ങ് വന്നേ. ആ എന്താ പറ ഒന്നുമില്ല അല്ലെ ഗ്ലാസ് എടാ ഇതിനകത്ത് ഇപ്പഴേ തപ്പാൻ പറ്റുമോ നമുക്ക്? ഇതൊക്കെ എടുത്തു വെച്ച് ആവശ്യമുള്ള ഞാൻ അതൊക്കെ എടുക്കട്ടെ. അല്ല ഒന്നും എടുക്കല്ലേ, ഇതിന്റെ എല്ലാം ഞാൻ എടുക്കണേ. ഓക്കെ അല്ലെ ബിസിനസ് ഉണ്ട്. വന്നേ ഇത് മ്യൂട്ടാവൂലേ? മ്യൂട്ടായാലും മാറും ഇത്. അളിയ നമ്മുടെ വണ്ടിയുടെ അടാ എടാ ഇതാണാടാ നമ്മളെ ഗ്യാങ് മീറ്റിംഗ് വിളിച്ചപ്പോ വന്നു വരും 4 പേരാ. ആ എടാ മീറ്റിംഗ് നമ്മുടെ വേറെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. ഇതിപ്പോ 4 പേരേ ഉള്ളൂ നമ്മള് മീറ്റിങ്ങിന്. അളിയ മെയിൻ ആൾക്കാർക്കില്ലേ? വാ മതി നമ്മള് രണ്ടുണ്ടല്ലോ. വാ അടിച്ച് കറക്കും ഞാൻ. അളിയ കട എന്ത് അടച്ചിട്ടങ്ങനെ തുറന്നിട്ടില്ലല്ലോ? ഇവന്റെ കടയല്ല തുറക്കാൻ. ഓ ഡൽഹി എന്നല്ലേ എഴുതിക്കുന്നത്? വാങ്ങിച്ചാളി എനിക്ക് എന്തോ ഒന്നിനും വാങ്ങിച്ചാളി എന്തെങ്കിലും. ഇത് ആരുടെ ഇടിച്ച് കൊല്ലാൻ നോക്കുന്നത്? ഞാൻ മാർക്കണ സ്ഥലത്ത് പോളിയാ. ബാബു ഒരു സമയത്ത് നീകൻ ബാബുവിന്റെ അന്തകനായിരുന്നു കേട്ടാ, ഓർമ്മണ്ടാ? ഇപ്പോഴും അണ്ടൻ തന്നെ. ഒന്ന് കാർ ഫ്രണ്ടിലേക്ക് വണ്ടിയുടെ ഒന്ന് കേട്ടിരുന്നേ, എനിക്ക് പൊടി അലർജിയാ. ഞാൻ മാർക്കിയ സ്ഥലത്ത് നിന്റെ മുടിക്കെന്ത് പറ്റി? ഇന്ന് വയ്യ ആക്ക് എണീക്കാ വയ്യ. വയ്യല്ലേ? എനിക്കറിയില്ല എന്തോ പണ്ട് മോലെ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടേ ലാസ്റ്റ് HIV ടെസ്റ്റ് ചെയ്തപ്പോ വരെ പോസിറ്റീവ്. ആള് മിക്കവാറും അധികം നാൾ ഉണ്ടാവൂല. ഞാൻ ഈ ഡാഷ്ബോർഡ് മാറ്റും എന്തായാലും. എനിക്ക് അത് വേണ്ട, അത് എക്കോടി. എനിക്ക് എന്തോ ബഗ് ഉണ്ട്, അറിയത്തില്ല എന്താണ്. ഞാൻ ഒരു 10 കോടി എടുത്തിട്ട് പമ്പിനെ നിന്റെ കാലിനൊട്ടുമല്ല ഞാൻ കാച്ചെടുത്താ. ഒരു 100 ചോദിച്ചിട്ടായിരുന്നില്ല, പിന്നെ 10 കോടി ഇപ്പൊ തരും. എനിക്കൊരു 7 കോടി തരാം. ഒരു വണ്ടി വാങ്ങാൻ പൈസ വേണം. ഞാൻ പറഞ്ഞോളാം. അതെ കുടുംബം എടുത്തിട്ടോ 7 കോടി എടുത്തിട്ടോ. 7 കോടി ബാബുസേ എനിക്കുണ്ട്, ആക്സസ് ഉണ്ട്. നിനക്ക് ആക്സസ് അപ്പൊ ഒരുപാട് തരും. അപ്പൊ എനിക്ക് തന്നാലും നിനക്ക് തരില്ല കാര്യം എനിക്കറിയാം. കാരണം നിനക്ക് ബുദ്ധിയില്ല. അതൊക്കെ പണ്ട്. ഞാനിപ്പോ എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നുണ്ട്. ചന്ദ്രൻ എല്ലാം എന്നെ ഏൽപ്പിക്കുന്നേ. മെമ്പർഷിപ്പ് എടുത്തോ? 44 കോടി എടുത്ത് കയ്യിലുണ്ട് തരാം. ഒരു വണ്ടിയും മാർക്ക് ചെയ്ത സ്ഥലം പോയാ? ഞാൻ മാർക്ക് ചെയ്യണ്ട. ബാബു കലിപ്പാ. ബാക്കിലോട്ട് പോയാലും മതി. ബാക്കിലോട്ട് പോയാലും മതി. ഗ്യാങ്ങോസൊക്കെ ആരോ അടച്ചിട്ടേക്കോളിയാ. നോക്കാൻ പറ്റുള്ള. ഞാൻ ഹെലികോപ്റ്റർ എടുക്കാൻ പറ്റും. പരിശീലനം മെൻഷൻ ചെയ്യണേ. Hamless Gaming thank you for the membership gift bro. Thank you so much. Thank you brother. ശരി, അസുഖങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ടില്ലല്ലോ വരുന്നത്. എടാ ഇവിടെ റൈറ്റ് എടുത്താൽ മതിയായിരുന്നു ബാബു. എങ്ങോട്ടായി പോണത് നീ? മാപ്പ് നോക്കി പോവാനാ മറന്നുപോയി. എടാ എനിക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ട് എന്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ? പുറത്താനോ അകത്താനോ? അല്ല ഇവിടെ അകത്ത് ഇവിടെ ചെറിയൊരു റെൻഡർ ആവത്തേന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് കയ്യിൽ കൂടുതൽ പൈസ വെച്ചിരിക്കുന്നോണ്ടാണ്. വേറെ അക്കൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യില് എന്റെ കയ്യിൽ ബാബു 100 കോടി ഉള്ളൂ. 1300 രൂപ എടുത്ത് മറ്റേ പമ്പ് വാങ്ങിയിട്ട് കടം തീർന്ന് പറഞ്ഞേ ഉള്ളൂ. അത് ഭയം കരപ്പായിരുന്നു. ഉള്ള കാര്യം പറയല്ലോ ചന്ദ്രോ, ഒരു കാര്യമില്ലായിരുന്നു. നമ്മുടെ ഗൺ ഷോപ്പ് വാങ്ങിച്ചിരുന്നെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ.
ബാബു വാസവനെ നമ്മുടെ ഹെൽപ്പ് ചെയ്യണം, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണേ. ഇതിനായിട്ടോ പോരെ ആ ഒന്നും കേട്ടില്ല എന്തായാലും. ഒന്നും കേട്ടില്ലേ? അണ്ണാ അണ്ണാ 5018 അയ്യാ, വാസുണ്ണ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് ഹാസ്റ്റലിൽ കൊണ്ടുപോയാ? PC ഹാസ്റ്റലിൽ കൊണ്ടുപോയാ? ഹാസ്റ്റലിൽ PC കൊണ്ടുപോയാ? ഇല്ലില്ല, ആളെ വീട്ടിൽ വന്ന് ഇല്ലില്ല, ഇത് ഹാസ്റ്റലിൽ PC ഉള്ള റൂമൊക്കെ ഉണ്ട്. എന്തിനു പറയുന്ന ആളിയാ ലെക്ചർ? വാസവനെ വിളിക്കാൻ വരട്ടെ. വലിയ കാര്യം ഉണ്ടാവും. നമ്മളെ വണ്ടിയിൽ പെട്രോൾ തീർന്നു. ശരിയാണ് ശരിയാണ്. നീ വരേണ്ട ലൊക്കേഷൻ അണ്ണാ 5018 വന്നിട്ട് വിളി. 5018 പെട്രോൾ ഇല്ല, മൈലേജ് നോക്കി ഓടിക്കണം, അല്ലെങ്കിൽ തള്ളണ്ടി വരും ഇറങ്ങി. അതൊന്നും പ്രശ്നമില്ല, ഉള്ള പെട്രോൾ ഓടും. എടാ ബാബു, പെട്രോൾ ഇല്ല, മൈലേജ് നിക്കും വണ്ടി. നിന്റെ സ്വന്തം പമ്പിൽ കയറി പണിയെ കഴിക്കാൻ പറ്റിയില്ലായിരുന്നോ? പറയണ്ടായിരുന്നു അത്. പിന്നെ ഇത് ഞാൻ നിന്റെ ഉള്ള കണ്ണ് പോലെ തന്നെ എന്റെ ഉള്ള കണ്ണ് ഞാൻ കണ്ട്. ആ ഇത് ഏത് ഭാഷ? മലയാളം. എടാ നീ പറഞ്ഞ കേട്ടു. തീർന്നടാ പെട്രോള്, ഇന്ന് ഉന്തേണ്ടി വരുവാടാ ബാബു. നമ്മള് ഞാൻ പമ്പ് ഒരെണ്ണം പൈസ കൊടുത്ത് അടിക്കാൻ നീ റെഡിയാണോ? പൈസ കൊടുത്ത് ഞാൻ അടിച്ചോളാം. എന്റെ പമ്പിൽ പൈസ കൊടുത്ത് അടിക്കാൻ പാടം തീർന്നില്ലേ? അളിയ അങ്ങനെ ചെയ്തിട്ട് പോർഷെ അളിയാ, പോർഷെ ഓടി. ഓ, ഇത് പോർഷയുടെ സിമ്പിൾ വെച്ച് ഓടിയാണ്. മനസ്സിലായില്ലളിയാ വണ്ടിയുടെ ബാബുസിട്ട് എത്തിക്കുന്ന പോലെ എത്തിച്ചേട്ടാ. മൈലേജ് ഒക്കെ ഓടിച്ച് നഷ്ടവും. നീരത് കൊറേ പറഞ്ഞല്ലേ തത്സമയത്തിരുന്ന്. അതല്ലേ ചന്ദ്രു, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേടാ? മള്ളിയില് മള്ളിക്ക് അറിയാം ഇനി മുതൽ സിറ്റിയിലോട്ട് വന്നില്ലെങ്കിൽ നമ്മള് വെട്ടി നല്ല കിലോയ്ക്ക് വിൽക്കുമെന്ന്. മള്ളി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിൽക്കുള്ളൂ, മള്ളി ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മള്ളിയിൽ വിൽക്കും. രണ്ട് ക്യാനോട് പെട്രോൾ ഒന്നും കേറിയില്ല. നീ ഇറങ്ങാദ്യം. കേറിയില്ലേ? ക്യാൻ വാങ്ങിച്ച ചന്ദ്ര, ക്യാൻ വാങ്ങിച്ച. എടാ ഇത് എടാ ഈ നോസിൽ വേറെ ഹോൾ വഴിയാ പോയത്. നീ ഇവിടെ നിന്ന് എന്തിനാ ബാബു? മാറി നിൽക്കണ്ട അളിയാ. കുറച്ചങ്ങ് നീങ്ങിരുന്ന എന്റെ എല്ലാം ഗ്ലോസ് ആണ്. നീ വാ തുറന്ന തിരിയിട്ട് കത്തിച്ച് വെക്കുക എന്തായാലും ഉമ്മറത്തുന്നതേക്ക്. ഞാൻ പറയുന്ന പക്ഷേ നമ്മുടെ ഗ്യാങ് ഹൗസ് അടച്ചിട്ട് ഇങ്ങനെ കണ്ടു വന്നേരി. ചന്ദ്ര, അപ്പൊ ഇന്നത്തേക്ക് തിരിയിട്ട് വെക്കാനുള്ള സാധനമായിട്ടുണ്ട് നീകൻ. വണ്ടി ഇടിച്ച് തൊലച്ചാടാ നീ. ഇല്ലാത്ത പെട്രോൾ ഒഴിച്ച് ഇതുവരെ കൊണ്ടുവരാറിയെങ്കിൽ ഈ തിരിച്ച് ഓടിക്കാൻ അറിയാം. നീ വണ്ടി ഇറങ്ങ. എടാ എഞ്ചിൻ ഔട്ട് ഫുള്ള് 99% വണ്ടി ഓടണേ. എഞ്ചിൻ എന്റെ ഔട്ട് അല്ലടാ. വാസവണ്ണതാ പറഞ്ഞേ, നമ്മള് വന്നോണ്ടിരിക്കുവാണേ. ആ ഓക്കെ ഓക്കെ അണ്ണാ. നീ തിരിച്ചല്ലേ പോണ ഓപ്പോസിറ്റിലൂടെ? 4.2K watching, let's go guys. പറക്കുന്നളിയാ ചന്ദ്ര മറ്റേത്. എവിടെ? അത് പറവടാ, അത് പ്രീമിയം എടുക്കണം കേട്ടാ. വാങ്ങിക്കണമെങ്കിൽ കേറാൻ പറ്റൂല, മതിലടി കേറാൻ പറ്റുന്നില്ല. പ്രീമിയം നല്ല പൈസ ഉണ്ടോ ചന്ദ്ര ഇവിടെ? പിന്നല്ലാണ്ട്. നീ എടുത്തോ? ഞാൻ എടുത്തില്ല. നല്ല പൈസ ഓർമ്മ ഉണ്ടോ? പണ്ട് പ്രീമിയം എടുത്ത് കരഞ്ഞെടുക്കുന്ന ഓർമ്മ ഉണ്ടോ ചന്ദ്രു? പണ്ട് നമുക്ക് കാശായിരുന്നില്ല ബാബു. കാശിന്റെ കഴപ്പാ. കഴപ്പും കൊഴുപ്പും ഉണ്ടായിരുന്നു. ഓ
അപ്പൊ രണ്ടും അങ്ങ് മാറി. ഇപ്പൊ പൈസ പൊട്ടിച്ചാണ് കൊഴുപ്പ് കുറച്ചത്. അത് സത്യമാവും സർ. അത് ഒരുപാട് മൊത്തം പൈസ പൊട്ടിച്ച് കൊഴുപ്പ് പറ്റിക്കാൻ ലാസ്റ്റ് മിനിമം ഒരു 1,00,000 രൂപയെങ്കിലും തീർന്നാണോ? ഇവിടെ ഒന്നൊക്കെ പൊട്ടിച്ചിട്ട് കൊഴുപ്പ് കുറയണ്ടേ? അത് നല്ലോണം പണിയെടുക്കണം മനസ്സിലായില്ലേ? ഇല്ല കുറച്ച് വരുന്നുണ്ട്. ഞാൻ സർപ്രൈസ് ആണേ. ഞാൻ ഇനി ഒരു ഡാൻസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഉടനെ. ഒരു 10 വർഷം. ഇല്ലാസന അടച്ചിട്ടേക്ക് അതന്നെ ഞാൻ പൈസ ഡൊണേറ്റ് വരാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാൽ എന്റെ ഗ്യാങ് റോളൊക്കെ കളഞ്ഞ് ലീഡർ സ്ഥാനത്ത് എടുത്ത് മാറ്റിയെന്നാണ് വിചാരിച്ചത്. 10 ദിവസം വരാഞ്ഞപ്പോഴേ മള്ളി ഞാൻ ഉള്ളപ്പോൾ നടക്കും മള്ളി. അതാ ഞാൻ ഇല്ലായിരുന്നു ഇത്രയും നാള്. നീ വന്ന് നിന്നെ ഇവിടെ കണ്ട അതായിരുന്നു എന്റെ പേടി. ഞാനോർത്ത് നീ അത് ചെയ്തെന്ന് ബാബു. മള്ളി മീറ്റിംഗ് വെളിയിലൊരു സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ ഞങ്ങൾ വന്ന് 50 ഇത് T-40 ഗ്യാങ് എന്നാ 5018 റൈറ്റ് പോവോ? റൈറ്റ് അവിടെ അടുത്തൊരു മറ്റേ കീന്റെ സിമ്പിൾ ഉണ്ടാ, ലൈക്ക് ഒരു കീന്റെ സിമ്പിൾ ഉണ്ടാ. ടിജിയുടെ വണ്ടി ടിജിന്റെ വണ്ടിയാ ടിജിയുടെ വണ്ടി കണ്ടോ നീ അവിടെ? കണ്ടു. ടിജി ഗ്യാങ്ങായി. മള്ളി ടിജി ഉണ്ട്. ടിജി കേട്ടോ മള്ളിക്ക് ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ആ TG വന്നല്ലേ? ആ അവിടെ നിന്ന് റൈറ്റ് 5018 റൈറ്ററാ. ആ ഞാൻ ഇടിച്ചല്ല. നീ കാറിന് ഉമ്മ തന്നെയാണോ നീ? ഏതൊക്കെ വണ്ടി പറന്നു. മള്ളിക്ക് എന്റർടൈൻമെന്റിനോളൊക്കെ എടാ ഇത് ഞാൻ മാർക്ക് ചെയ്യണം നോക്കി പറഞ്ഞു കൊടുത്തരാ ബാബു. ഞാൻ പറയാം. റേഡിയോയിൽ വീരപ്പം കുറിപ്പ് കയറിയാടാ ടെക്സാസിലെ ആൾക്കാരൊക്കെ. ആര് തമിഴാര്? എടാ എല്ലാരും 5018 വാ. തമിഴ് സംസാരിക്കുന്ന ആര്? വീരപ്പം കുറിപ്പാ ടെക്സാസിൽ. നമ്മുടെ ഗ്യാങ്ങിൽ കയറിയോ? ഹലോ എടാ 5018 നേരെ വാ. 5018 നേരെ. റൈറ്റ് പുണ്ടച്ചി. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കണം എന്റെ അടുത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇൻവെന്ററിയോ ലബോറട്ടറിയോ അങ്ങനെ എന്തൊരു സ്ഥലമില്ലേ? എടാ 6038ന്റെ എന്തിന് പറഞ്ഞുതരാം. ഞാൻ ലൊക്കേഷൻ ഗ്രൂപ്പ് ഇടാം. ഒബ്സർവേറ്ററി പോണ വഴി. ആ ഒബ്സർവേറ്ററി പോണ വഴി. ആ ഓക്കെ ഇവിടെ കോച്ചൊക്കെ എത്തി. ലൊക്കേഷൻ അയച്ചോട്. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ ബാബു. ഞാൻ ചന്ദ്രന്റെ ലൈവ് മെറ്റ അടിച്ചേടാ. സാബ്ഗുരുവിന്റെ വീട് അണ്ണാ ആ വീട് ഞാൻ നിനക്ക് ആ വീടിന്റെ അകത്ത് പൊള്ളായിട്ടാണ് കാണണം. നോക്കിയേ എത്തി ഇവിടെ പൊള്ളായിട്ടാണ് കാണുന്നത് മനുഷ്യൻ. ശരിക്കും ഒന്നുകൂടി നോക്കടാ. എനിക്ക് പൊള്ളയല്ലോ, എനിക്ക് കാണാം. എനിക്ക് എല്ലാം കാണാം സൂപ്പറായിട്ട്. ഇവിടെ നേരെ താഴെ ഭൂമിക്ക് അടിയിലോട്ടാണ് കാണുന്നത്. ഇതെന്നാ കേറണ്ട അകത്തോട്ട്. എല്ലാ പേജ് നോക്കിയേ ചന്ദ്ര. ഇവിടെ ഹൈപ്പറാക്കല്ലേ. എല്ലാ പേജ് നോക്കട്ടെ. ഓളെ കാറിട്ട് ഏൽപ്പിക്കുന്നേ മള്ളി. അണ്ണാ എല്ലാ പേജ് നോക്കി. അണ്ണാ എല്ലാ പേജ് നോക്കി. അത് കാർ ഒറ്റ ഉള്ളൂ. നീലി നീലി. എല്ലാ പേജ് നോക്കി. ചന്ദ്ര വേറെ ആർക്കും കാർ സിറ്റിയിൽ ഇഷ്ടപ്പെട്ടില്ല. അണ്ണാ എല്ലാ പേജ് നോക്കിയാണ്. എല്ലാ പേജ് നോക്കിയാണ്. ചന്ദ്രു ഇങ്ങനെ ഇത് ഏതാ അനോണിമസ്? ആ സിറ്റിയിൽ ഒരെണ്ണേ ഉള്ളൂ എന്നടാ. എന്തോന്ന് വണ്ടിയാടാ ഒരെണ്ണ ഇറക്കിയോളൂ. ഇല്ല പറയണ്ട. ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ മലയാളി? പറഞ്ഞ ഈഗോ കൈ പിടിക്കണോ? വേണ്ട വെയിലത്ത് നിൽക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്ക് തണലത്തോട് നിൽക്കാം. അണ്ണാ ഈ വീടിന്റെ അകത്തോട്ട് കയറാൻ പറ്റില്ലാട്ടാ. അണ്ണന്റെ വീടിന്റെ അകം കാണാൻ പറ്റുന്നുണ്ടാ? പിന്നെ കാണാൻ വരുന്നുണ്ട്. ഇത് സാഗുരിന്റെ വീടല്ലേ?